ഒരു ചെറിയ ഏരിയയിൽ മാത്രം ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് മാത്രം നമുക്ക് ലൈപ്പോസെക്ഷൻ ചെയ്ത് ലോക്കൽ അനസ്തീഷ്യയിൽ എടുത്തു കളയാൻ പറ്റുമോ? പറ്റും. നമ്മൾ ചെറിയൊരു കീ ഹോൾ വെച്ചിട്ട് അത്രയും ഭാഗത്ത് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് മരവിപ്പിച്ചിട്ട് നമുക്ക് അത്രയും ഭാഗത്ത് ഫാറ്റ് എടുത്തു കളയാൻ പറ്റുന്നതാണ്. ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ല, ചെയ്തിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഒരു ജനറൽ അനസ്തീഷ്യ കൊടുക്കേണ്ട റിസ്കുകളും അതിൽ വരുന്നില്ല. ഇനി അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വലിയൊരു വയറാണ്, 2-3 ലിറ്റർ ഫാറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് മോണിറ്ററിംഗിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ അനസ്തീഷ്യ ബാക്കപ്പോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നോർമൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ആകുന്ന പോലെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെറിയ ഒരു ഏരിയ ഓഫ് ഫാറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ലോക്കൽ അനസ്തീഷ്യ തന്നെ ഫുൾ സർജറി ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈനക്കോമാസ്റ്റിയ സർജറി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം ഫാറ്റ് ഉള്ള ഇതാണ്. നമ്മൾ സാധാരണ ഗൈനക്കോമാസ്റ്റിയയിൽ എടുക്കുന്ന ഫാറ്റ് ഒരു 300 to 600 മില്ലിയാണ് ഈച്ച് സൈഡ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആക്ച്വലി ലോക്കൽ അനസ്തീഷ്യയിലും ചെയ്യാൻ പറ്റും. പേഷ്യൻ നമ്മൾ അസസ് ചെയ്യും. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ തന്നെ പലർക്കും ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോൾ ആ സമയത്തൊരു പാനിക് അറ്റാക്ക് വന്നാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അനസ്തീഷ്യയുടെ കൺസെന്റ് എടുത്ത് ലോക്കൽ അനസ്തീഷ്യയിൽ ട്രൈ ചെയ്യും. അതിൻ്റെ പേഷ്യന്റ് കംഫർട്ടബിൾ ആണെങ്കിൽ മിക്കവാറും കംഫർട്ടബിൾ ആവും, നമുക്ക് തീർക്കാൻ പറ്റും. അല്ല പേഷ്യന്റ് ഇടയ്ക്ക് പറയാൻ എനിക്ക് കുറച്ച് ടെൻഷൻ ആവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സെഡേഷൻ കൊടുക്കാൻ പറ്റും. ലൈറ്റ് ആയിട്ടൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഉറക്കിക്കിടത്ത് ചെയ്യാൻ പറ്റും. ഈവൻ ജനറൽ അനസ്തീഷ്യയിലും ആക്കാൻ പറ്റും. ലോക്കൽ അനസ്തീഷ്യ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ജനറൽ അനസ്തീഷ്യയുടെ കംപ്ലീറ്റ് ഇവാലുവേഷനും അതിൻ്റെ ബാക്കപ്പ് ഓപ്ഷനും വെച്ചിട്ടേ ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാറുള്ളൂ.